നിങ്ങളുടെ വീട്ടിലെ ടാപ്പിൽ നിന്ന് ഇതേപോലെ നൂല് പോലെയാണോ വെള്ളം വരുന്നത്? ആണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു പ്ലംബറേയും വിളിക്കേണ്ട, നമ്മൾക്ക് തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന കാര്യമുള്ളൂ. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഫാൻറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ഫസുൽ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സേഫ്റ്റി പിന്നും കറിക്കത്തിയും ഉപയോഗിച്ച് നമ്മളുടെ വീട്ടിലെ ടാപ്പ് എങ്ങനെ നമ്മൾക്ക് തന്നെ റെഡിയാക്കാം എന്നുള്ളൊരു അടിപൊളി ടെക്നിക്കുമായിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലൂടെ പോയി മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ ടാപ്പിൽ നിന്ന് ഇതേപോലെ നൂല് പോലെയാണോ വെള്ളം വരുന്നത്? ആണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു പ്ലംബറേയും വിളിക്കേണ്ട, നമ്മൾക്ക് തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന കാര്യമുള്ളൂ. ഇത് ഫിൽറ്ററിനകത്ത് അഴുക്കേറി അടഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതിനിതാ നമ്മളുടെ വീട്ടിൽ കറിക്കത്തി നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ടൂളാണ്. ആ ടൂൾ കൊണ്ട് തന്നെ നമുക്കിത് അഴിക്കാം. ഇതേപോലെ അഴിക്കുക. നമ്മൾ വീഡിയോ കണ്ടല്ലോ, അതേപോലെ അഴിക്കുക. അഴിച്ചതിന് ശേഷം എന്താ ഫിൽറ്ററിനകത്ത് ഇതുപോലെ അഴുക്ക് നല്ല കട്ടിക്കുണ്ടാവും. അപ്പോൾ കട്ടിക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രം വെള്ളം വരണമെന്നില്ല. ആ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് നോക്കാം മാറിയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്യുക. കണ്ടല്ലോ, ഇതേപോലെ ഇടുക. ഇട്ടിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളം കണ്ടോ, മാറിയിട്ടില്ല, ഇച്ചിരിയേ മാറിയിട്ടുള്ളൂ. ഒന്നുകൂടി ഒന്ന് അഴിക്കുക. അഴിച്ചതിന് ശേഷം ആ ഫിൽറ്റർ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. ഫിൽറ്റർ ഇതിനകത്തുനിന്ന് ഊരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആ ഫിൽറ്ററിനകത്ത് മൊത്തം അഴുക്കാണ്, അഴുക്കേറി അടഞ്ഞിരിക്കുക. അത് ജസ്റ്റ് തള്ളവല്ലുണ്ട്, ഇങ്ങനെ ഒന്ന് തള്ളി വെച്ചാൽ മതി, അത് പുറത്തേക്ക് പോകുന്നുള്ളൂ. അതിന് ശേഷം എന്താ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിൻ. ഈ പിൻ ഉപയോഗിച്ച് ഇതേപോലെ അതിൻ്റെ മൂടി അങ്ങോട്ട് ഊരിയെടുക്കുക. മൂടി ഊരിയെടുത്തപ്പോൾ കണ്ടല്ലോ അകത്ത് എന്തുമാത്രം അഴുക്കുണ്ടെന്ന്. ഇനി ഈ അഴുക്കൂടി നമ്മളൊന്ന് കഴുകിക്കളയണം. കഴുകിക്കളഞ്ഞ് നല്ലപോലെ ഒന്നെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഇട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബ്രഷ് ഇല്ലാതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് കഴുകിയതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെ തന്നെ ആ ഫിൽറ്ററിലേക്ക് അഴിക്കുന്നത് നോക്കിയേക്കണം. ഇതേപോലെ തന്നെ ഇടുക. ഇട്ടതിന് ശേഷം നമ്മുടെ ആ റിങ്ങിലേക്ക് ആ ഫിൽറ്റർ എടുത്ത് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യുക. തിരിഞ്ഞു പോകണമെങ്കിൽ കയറത്തില്ല, ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടാപ്പിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ആ ബ്ലോക്ക് മാറിയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. കണ്ടല്ലോ, അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.